ഹായ് മച്ചന്മാരെ, ഞാൻ നിങ്ങളുടെ വിഷ്ണുമാമൻകുട്ടൻ .4ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റീബോൺ ക്ലാസിക്കിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ വണ്ടിയുടെ ഓയിൽ ക്യാപ്പാണ് ഊരി മാറ്റേണ്ടത്. ഓയിൽ ക്യാപ്പ് ഊരി മാറ്റിയതിന് ശേഷമേ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാവുള്ളൂ. ഓയിൽ അടിച്ചു വിടുന്ന ഡ്രെയിൻ ബോൾട്ട് ഇതാണ്. 8ൻ്റെ 2 ബോൾട്ടുകളാണ് വരുന്നത്. അത് നമ്മൾ 8ൻ്റെ ബോക്സ് സ്പാനർ ഉപയോഗിച്ച് അഴിച്ചു മാറ്റുക. മാക്സിമം നമ്മൾ ബോക്സ് കൊണ്ട് തന്നെ അഴിക്കുന്നതായിരിക്കും നല്ലത്. റിങ്സ് ഇട്ട് അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്ലിപ്പാവാൻ ചാൻസ് കൂടുതലാണ്. 8ൻ്റെ ബോക്സ് ഉപയോഗിച്ച് നമ്മൾ രണ്ടും ഒരുപോലെ തന്നെ ലൂസാക്കുക. എന്നിട്ട് കായം കൊണ്ട് അത് പതുക്കെ അഴിച്ചെടുക്കുക. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഓയിലിൻ്റെ സ്ട്രെയിനർ വരുന്നതും. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സ്ട്രെയിനർ വരുന്നത്. ഓയിൽ ക്യാപ്പ് നമ്മൾ ഊരി മാറ്റിയതിന് ശേഷം ഓയിൽ സ്ട്രെയിനർ നമ്മൾ ഊരുക. ഒരു പ്ലെയർ ഉപയോഗിച്ച് സ്ട്രെയിനർ പതുക്കെ വലിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഓയിലിൻ്റെ സ്ട്രെയിനർ വരുന്ന. ഇതാണ് ആ സ്ട്രെയിനറിനകത്ത് ഒരു ഓറിങ് ഉണ്ട്. ഇനി നമ്മൾ അഴിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററാണ്. 5ൻ്റെ അലങ്കി ഉപയോഗിച്ചാണ് ഓയിൽ ഫിൽറ്റർ അഴിക്കുന്നത്. ഓയിൽ ഫിൽറ്ററിൻ്റെ 3 ബോൾട്ടുകളാണ് വരുന്നത്. ഈ 3 ബോൾട്ടുകളും ഒരേപോലെ തന്നെ നമ്മൾ ലൂസാക്കുക. ലൂസായത് നല്ല ടെമ്പറിൽ ഇരിക്കുകയാണ്, അതിനകത്ത് സ്പ്രിങ് ലോഡായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരേപോലെ തന്നെ ലൂസാക്കുന്നത്. അല്ലെങ്കിൽ ത്രെഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ ഓയിൽ ഫിൽറ്ററിനകത്തൊരു സ്പ്രിങ് വരുന്നുണ്ടല്ലോ, ഈ സ്പ്രിങ് നല്ല ടെമ്പറിലാണ് ഇരിക്കുന്നത്. ഇതാണ് ഓയിൽ ഫിൽറ്റർ. ഫിൽറ്റർ നമ്മൾ അഴിച്ചു മാറ്റി. ഓയിൽ ക്യാപ്പിനകത്ത് ഒരു ഓറിങ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ഓയിൽ ഫിൽറ്റർ വരുന്നത്. അതിനകത്ത് 2 ഓറിങ് വരുന്നുണ്ട്. ഒന്ന് ഓയിൽ ഫിൽറ്ററിൻ്റെയും പിന്നെ ഒന്ന് ഓയിൽ സ്ട്രെയിനറിൻ്റെയും 2 ഓറിങ്ങുകളാണ് വരുന്നത്. ഇതാണ് നമ്മുടെ പുതിയ ഫിൽറ്റർ. ഇതാണ് ഞാൻ പറഞ്ഞ ഓറിങ്. ഇതാണ് ചെറിയ ഓറിങ് കൊണ്ട് ഒരു വലിയ ഓറിങ് ഉണ്ട്. ഈ ഓറിങ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ സീറ്റ് ചെയ്ത് വെക്കുക. ഒന്ന് സ്ട്രെയിനറിനകത്തും ഒന്ന് ഫിൽറ്ററിൻ്റെ കവറിനകത്തും കറക്റ്റായിട്ട് നമ്മൾ സീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഓയിലിൻ്റെ സ്ട്രെയിനർ ആദ്യമേ സെറ്റ് ചെയ്യുക. ഓയിലെല്ലാം അത്യാവശ്യം ഊറി മാറിയിട്ടുണ്ട്. പിന്നെ ഓയിൽ ക്യാപ്പ് കയറ്റി വെച്ചതിന് ശേഷം 8ൻ്റെ 2 ബോൾട്ടുകൾ കൈ കൊണ്ട് മാക്സിമം നമ്മൾ മുറുക്കി കയറ്റുക. ത്രെഡ് തെറ്റാതെ തന്നെ മാക്സിമം നമ്മൾ തിരിച്ച് കയറ്റിയതിന് ശേഷം 8ൻ്റെ ബോക്സ് ഇട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടും ഒരേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഓയിലിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്, ത്രെഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. ഒരേപോലെ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി വരുന്ന ഫിൽറ്ററാണ്. ഫിൽറ്റർ നമ്മൾ കയറ്റി ചെയ്താൽ ഈ ഫിൽറ്റർ നമ്മൾ ഓയിലിനകത്തിട്ട് മുക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ നമുക്ക് കയറ്റി വെക്കാം. കാരണം ഇതിനകത്ത് ഡബിൾ റോട്ടർ പമ്പാണ് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് പമ്പ് ആയിക്കോളും. ഓയിൽ സ്ട്രെയിനർ ഫിൽറ്റർ മുക്കുന്ന കാര്യം കമ്പനി പറയുന്നില്ല. അതിനുശേഷം നമ്മൾ ക്യാപ്പ് കയറ്റിയിട്ട് ഓയിലിൻ്റെ ഫിൽറ്റർ മുറുക്കുകയാണ് ചെയ്യുന്നത്. 5ൻ്റെ അലങ്കി കൊണ്ട് മുറുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം ഒരേപോലെ മുറുകി പോകാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് തെറ്റാൻ ചാൻസ് കൂടുതലാണ്. അതും മാക്സിമം അത് ലോഡ് ചെയ്ത് മുറുക്കുക. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിക്കുന്നത് 1 ലിറ്ററും 700 ml ആണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. സെമി സിന്തറ്റിക് ഓയിലാണ് നമ്മൾ കമ്പനി ഓയിൽ വരുന്നത്. സെമി സിന്തറ്റിക് ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിലിൻ്റെ അളവ് കറക്റ്റായിട്ട് ഇതിനകത്ത് കൊടുത്തേ പോകുന്നുണ്ട്. അതിനകത്ത് ആ മുകളിലത്തെ വര നിറയുന്നിടം വരെയാണ് നമ്മൾ ഒഴിക്കുന്നത്. 700 ഒഴിക്കുമ്പോഴത്തേക്കും ആ ഒരു ലെവല് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. അത് വന്നില്ലെങ്കിൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, അപ്പോഴത്തേക്കും ആ ലെവല് ഓയിൽ എത്തുന്നതായിരിക്കും. ഇപ്പോൾ ഇറങ്ങിയ ജെ സീരീസ് വണ്ടികളിലെല്ലാം ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. എല്ലാം ഒരേ എൻജിൻ തന്നെയാണ്. ഓയിൽ ലെവല് കറക്റ്റായതിനു ശേഷം നമ്മുടെ ഓയിൽ ക്യാപ്പും കൂടി ഇട്ട് മുറുക്കുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ.